ഹലോ 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 ലിയാക്കത്തലിയാണോ? അതെ, ആരാ ഞാൻ വിളിക്കുന്നത്? 2-3 ദിവസമായിട്ട് വിളിച്ചുകൊണ്ടിരിക്കണം. ഞാൻ വിളിച്ചതേ, ആരാ വിളിക്കുന്നത്? എന്റെ പേര് ജാബിർ, വീട് പെരിന്തൽമണ്ണ. ആ ഞാൻ വിളിച്ചത്, ഞാൻ നിങ്ങളുടെ ഒരു വീഡിയോ കണ്ടിരുന്നു 2 ദിവസം മുമ്പ്, ഫാത്തിമ നിങ്ങൾക്ക് കോൾ ചെയ്യണത്. ആ അത് നിങ്ങളുടെ പ്ലാന്റ് ആണോ അതോ ആരെങ്കിലും വിളിച്ചതാണോ? ആരാ? എനിക്ക് പിന്നെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അത് കണ്ണൂരോ കാസർഗോഡോ എവിടെയെങ്കിലും. ഓക്കെ ഓക്കെ. പിന്നെ അതേപോലെ നിങ്ങളൊക്കെ ഭീഷണിപ്പെടുത്തിയായിട്ടുള്ള ഒരു ഇത് നിങ്ങൾ സൈബർ സെല്ലിൽ പരാതി കൊടുത്തു എന്ന് പറഞ്ഞിട്ടും കണ്ടിരുന്നു. ആ അപ്പോൾ അത് നിങ്ങൾ എന്തായാലും സൈബർ സെല്ലിൽ പരാതി കൊടുത്ത 20 ദിവസം കൊണ്ട് നടപടി എടുക്കുന്നതാണ് അതുമായി ബന്ധപ്പെട്ട് നമുക്ക് കിട്ടിയ അറിവ്. ആ അപ്പൊ നിങ്ങൾക്ക് ഭീഷണിപ്പെടുത്തിട്ട് പിന്നെ ആരാണ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതുകൂടി നിങ്ങളെ ചാനലിൽ ഇടണം. ആ കാരണം എന്താ വെച്ചാല് പിന്നെ ഒരു മതത്തിനെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. കാരണം ഇപ്പൊ അങ്ങനെ ഏത് നമ്പർ വേണോ? ഇല്ല, എനിക്ക് നമ്പർ വേണ്ട. കാരണം എനിക്ക് അതായത് നിയമത്തിന്റെ വഴിയിലൂടെ നീങ്ങിയിട്ട് നിങ്ങൾ ആ നിയമം അതായത് സൈബർ സെല്ലിൽ പരാതിപ്പെട്ടാൽ 20 ദിവസം കൊണ്ട് അത് പിടിക്കും. അപ്പൊ എന്ത് ചെയ്യണം? അങ്ങനെ പിടിച്ചു കഴിഞ്ഞാല് എന്ത് ചെയ്യാം? ആ പ്രതി ഇന്ന ആളാണ് പ്രതി, അയാളെ അറസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്നുള്ള വിവരം നിങ്ങളെ ചാനലിലൂടെ നിങ്ങൾ എന്ത് ചെയ്യണം? അതാണ് നിങ്ങൾ ചെയ്യേണ്ട നീതി. അല്ലാതെ എന്ത് നടപടി ഉണ്ടായാലും അറിയിക്കാം. തീർച്ചയായിട്ടും. കാരണം നിങ്ങൾ സൈബർ സെല്ലിൽ അത് പിന്നെ കാരണം അല്ലെങ്കിൽ നമ്മളെന്ത് മനസ്സിലാക്കും? നിങ്ങളെ നാടകമായിരുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കും. കാരണം നിങ്ങളൊക്കെ ഉദ്ദേശം തന്നെ, അതായത് ഇസ്ലാമിനെ ഇതിനെ പറയാ പിന്നെ സംഘപരിവാറിനെ ശക്തിപ്പെടുത്തുക, അത്രേ ഉള്ളൂ. അതാണ് മനസ്സിലായത്. അതെ, കുറച്ചൊക്കെ നമ്മളൊരു കാര്യം പറയുമ്പോഴേ സ്വന്തത്തിനോട് ഒരു ആത്മാർത്ഥതയും സത്യസന്ധതയൊക്കെ വേണം. ഓക്കെ നിങ്ങൾ ഒരു കാര്യം മനസ്സിലായോ? പറയട്ടെ നിങ്ങളിങ്ങനെ ഒറ്റ ഭാഗത്ത് സംസാരിച്ചാൽ എങ്ങനെ ശരിയാവും? നമ്മളിവിടെ ഇങ്ങനെ ആളുകളെ ഏജന്റുമാരെ വെച്ച് വിളിപ്പിച്ച് ഭീഷണി കോളുകൾ ഉണ്ടാക്കി, എന്നിട്ട് അതിങ്ങനെ സംസാരിച്ച്, എന്നിട്ട് അത് വിട്ടിട്ട് അതൊക്കെ വിട്ടിട്ട് ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, ഈ മാനസികാവസ്ഥയൊക്കെ വിശ്വാസികൾ ഉണ്ടാക്കിയെടുക്കുന്നത് നിങ്ങളുടെ ഈ മതം തന്നെയല്ലേ? ആളത്തേറി വിളിക്കാനും ഭീഷണിപ്പെടുത്താനൊക്കെ തോന്നിപ്പിക്കുന്നത്. ഞങ്ങൾക്കൊരു നമ്പറും ഒരു മിനിറ്റ് ഞാൻ പുറത്ത് വിടാത്തൊരു സാധനം നിങ്ങൾക്ക് അയച്ചു തരാം. ഒരു മിനിറ്റ് പറയട്ടെ. പുറത്ത് വിടാത്തൊരു സാധനം ഞങ്ങൾക്ക് അയച്ചു തരാം. എനിക്കൊന്നും അയച്ചു തരണ്ട. അല്ല, ഞാൻ അയച്ചു തരാം. നിങ്ങളിപ്പോ പൊതു താല്പര്യത്തിന് പുറത്തുനിന്ന് വിളിച്ചതല്ലേ? ഞാൻ പറയട്ടെ, ഞാൻ പറഞ്ഞു തുടങ്ങിയ ഒരു കാര്യം പറയട്ടെ സുഹൃത്തെ. എനിക്ക് വരുന്ന എല്ലാ കോളുകളും പുറത്തു വിടാറില്ല. എനിക്ക് ഇന്നലെ മിനിഞ്ഞാന്ന് ഏകദേശം എന്റെ ഒരു കണക്ക് കൂട്ടൽ അനുസരിച്ച് ഒരു 65 വയസ്സിന് മുകളിൽ പ്രായമുള്ള ഒരു കാക്ക, ആ കാക്ക എന്നെ വിളിച്ചിട്ട് ഒരു 25-26 മിനിറ്റ് സംസാരിച്ച ഒരു ഓഡിയോ ഉണ്ട്. ആ ഓഡിയോയും ആളുടെ നമ്പറും നിങ്ങൾക്ക് അയച്ചു തരാം. അയാൾ ഒന്നുകിൽ മഞ്ചേരി മലപ്പുറം ഭാഗത്തുള്ള ഒരാളാണ്. അത് മുഴുവനായിട്ട് നിങ്ങൾ കേൾക്കണം. അപ്പൊ നിങ്ങൾ മുഴുവനായിട്ടൊന്ന് കേട്ടിട്ട് ആ നമ്പറിലൊന്ന് വിളിച്ചു നോക്കി. എന്താണ് ഇത് ഞാൻ പറയട്ടെ, ഈ പ്രേരണ നമ്മളൊരു വിഷയത്തെ ആശയപരമായി വിമർശിക്കുന്നവനെ വിളിച്ച് തെറി പറയണമെന്നും ഭീഷണിപ്പെടുത്തണമെന്നും തലയില്ലാതാക്കും എന്നൊക്കെ പറയുന്നതിന് അവരെ പ്രേരിപ്പിക്കുന്നത് ഈ വികാരാണ്. ഈ വികാരം നിങ്ങൾ ഈ പ്രവാചകനോടുള്ള സ്നേഹം എന്നുള്ള വികാരം നിങ്ങൾ ആ രീതിയിലാണ് കുത്തിവെക്കുന്നത്. ഒരു ഉദാഹരണം പറഞ്ഞുതരാം. അബ്ദുൽ നാസർ മഅദനിയുടെ ഒരു പ്രസംഗം എന്റെ കയ്യിലുണ്ട്. ഈ അടുത്ത് വീണ്ടും അത് അപ്ലോഡ് ചെയ്തിട്ടുള്ള ആളുകള്, അതായത് വിശ്വാസിപക്ഷം, അതായത് നമ്മുടെ ജോസഫ് മാഷിന്റെ കൈവെട്ടിയ സമയത്ത്. അപ്പോ ഈ സംഭവങ്ങള് ഒരു മിനിറ്റ് ഒരു മിനിറ്റ് കേട്ടോ, ഞാൻ അതിന്റെ ഇടയിൽ ഒരു ചെറിയ കാര്യം കൂടി ചെയ്യുന്നുണ്ട്. ട്രാൻസാക്ഷൻ. അപ്പൊ ഞാൻ പറയുന്നത് ഈ അർത്ഥത്തില് ആളുകളെ ഇങ്ങനെ വികാരഭരിതരാക്കി മുഹമ്മദിനെ പിന്നെ വിമർശിച്ചാല് അത് സ്വന്തം മാപ്പയാണെങ്കിലും തല വെട്ടിയെടുക്കണേല് കുഴപ്പമില്ല, അങ്ങനെ സഹാബിമാരുടെ ഉദാഹരണമൊക്കെ പറഞ്ഞ ആളുകളെ ത്രസിപ്പിക്കുന്നതിൽ നിന്നുണ്ടായി വരുന്നതാണ് ഈ മനോനില എന്ന് പറഞ്ഞ സാധനം. അത് ഭയങ്കര അപകടകരമാണ്. ആശയപരമായിട്ട് വിമർശിക്കുന്ന ആളുകളെ ആശയപരമായിട്ട് മറുപടി പറയാൻ ശ്രമിക്കുക എന്നുള്ളത് മാത്രമാണ് ഇതിന് പോം വഴി. നിങ്ങൾ വികാരം കൊണ്ടിട്ട് കാര്യമില്ല, നിങ്ങൾ പറയാനുള്ള പറഞ്ഞു. ഞാൻ വികാരം കൊള്ളണില്ല, ഞാൻ ശാന്തമായിട്ട് ലിയാക്കത്തുബായിനോട് പറയട്ടെ. ഞാനിപ്പോ വിളിച്ചത് എന്തിനാ അറിയോ? പിന്നെ നിങ്ങൾ പറഞ്ഞ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായി. അപ്പൊ എന്ത് ചെയ്യണം എന്ന് വെച്ചാല്, അയാളെ പിടിച്ചു കഴിഞ്ഞാൽ സൈബർ സെല്ല് 20 ദിവസം കൊണ്ട് പൊക്കും. സൈബർ കുറ്റകൃത്യങ്ങൾക്ക് അങ്ങനെയാണ് അതിൻ്റെത്. അപ്പൊ പൊക്കിക്കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യണം? ഇന്ന ഭീഷണിപ്പെടുത്തിയ ആൾ ഇന്ന ആൾ, ഇന്ന നാട്ടുകാരനാണ്, അയാളുടെ പേര് ഇന്നതാണെന്ന് പറഞ്ഞിട്ട് നിങ്ങളെ ചാനലിലൂടെ തന്നെ എന്ത് ചെയ്യണം? അത് ആ വിവരങ്ങൾ നമുക്ക് എന്തായാലും എടുക്കാം. പോലീസ് നടപടി എന്റെ അനുഭവം പറയാന്ന് പറഞ്ഞാൽ നമ്മൾ അതിന്റെ പുറകെ നടക്കണം.
ഓക്കെ. ഇനി ലിയാഖത്ത് വേറെ ഞാൻ ഏകദേശം 2 വർഷം മുൻപ് ഇപ്പൊ സൈബർ സെല്ലിൽ മാത്രമല്ല ഡയറക്റ്റ് ആയിട്ട് കൊടുത്തൊരു പരാതി ഇതുവരെ പ്രത്യേകിച്ച് യാതൊരു നടപടി ഉണ്ടായിട്ടില്ല. ഓക്കെ ഓക്കെ ഓക്കെ. എന്റെ അഭിപ്രായത്തില് ആ ഭീഷണിക്കോൾ അത് ഡ്രാമയാണെങ്കിലും അല്ല നിങ്ങൾക്ക് നമ്പർ വിളിച്ചോളി, അതല്ല അങ്ങനെ പേഴ്സണലായിട്ട് നിങ്ങൾ വെരിഫൈ ചെയ്തോളി. അതെ, അതിന്റെ പിന്നിലെ ആളുകളെ അല്ലാതെ നമ്മൾ ഡ്രാമയാണെന്ന് നിങ്ങൾ തീരുമാനിക്കുന്നത് കേരള പോലീസ് ആളെ അറസ്റ്റ് ചെയ്തില്ല എന്നാൽ ഡ്രാമയാവൂല്ലോ. ലിയാഖത്ത് ഭായി, അപ്പൊ എന്ത് ചെയ്യണം വെച്ചാൽ അതിന്റെ പിന്നിലെ ആള് ഏതൊരു മുസ്ലിമായ ആളാണെങ്കിലും അല്ലെങ്കിലും അതിന്റെ നിയമത്തിന്റെ പിന്നാലെ ഞാൻ പറഞ്ഞില്ലേ പെരിന്തൽമണ്ണ. നിങ്ങൾക്ക് ഞാൻ നമ്പർ തരാം, നിങ്ങൾ വിളിച്ചു നോക്കിക്കോളി. നിങ്ങളൊരു അന്വേഷണം നടത്തിക്കോളി. അയാൾ വിശ്വാസം ഇത് കേവലം അതായത് നിങ്ങളുടെ ചാനലിൽ കണ്ട എത്രയോ വ്യൂവേഴ്സ് ഉണ്ട്, അവർക്കൊക്കെ ഇതിന്റെ കൃത്യത വ്യക്തം മതി ഇന്ന വ്യക്തിയാണെന്ന് ഇൻഫോർമേഷൻ കൊടുത്തിട്ടില്ല. നിങ്ങൾ എന്താ കാണാത്ത? ഏത് ആ നമ്പർ ഉൾപ്പെടെ തന്നെ കൊടുത്തിട്ടുണ്ടേ. ഓക്കെ, മനസ്സിലായി, നമ്പർ കൊടുത്തിട്ടുണ്ട്. എനിക്കായിട്ട് എന്താ പറഞ്ഞ നേരെ മറിച്ച് ആ വ്യക്തിയെ പിടിക്കപ്പെട്ട് കഴിഞ്ഞാൽ നമ്പർ ഇപ്പൊ ആർക്കും എന്തും ചെയ്യാലോ. നമ്പർ എങ്ങനെ എന്തും ചെയ്യാൻ പറ്റാ? അതായത് ഇപ്പൊ ഞാനൊരു നമ്പർ നിങ്ങൾ തന്നിട്ട് അത് യുക്തിവാദം നടത്തി നിങ്ങളോട് സംസാരിച്ചു, അല്ലാതെ എങ്ങനെ ഇപ്പൊ നിങ്ങൾക്ക് ബോധ്യപ്പെടാം? അപ്പൊ നിങ്ങൾ ഇനി ഫാക്ട് പറയും. അതായത് ഇപ്പൊ നിങ്ങൾ സംഭവത്തെ വിലയിരുത്തിയിട്ട് ഇനി പൈമ ടെൻഷൻ അടിച്ച് അത് ആണോ അല്ലേ ആലോചിച്ചിരിക്കണ്ടല്ലോ. നമ്മൾ മുർത്തദിനെ കൊല്ലണം എന്നുള്ളത് പഠിപ്പിക്കണ്ട എപ്പോഴും? ഏത് മുർത്തദിനെ കൊല്ലണം എന്നുള്ളത് മദ്രസയിലൊക്കെ പഠിപ്പിക്കണ്ട എപ്പോഴും? ഓക്കെ, ആ വിഷയത്തിലേക്ക് ഞാൻ പറയാം. അതിന്റെ മുമ്പ് എനിക്ക് പറയാം വിഷയം ഞാൻ ഇപ്പൊ വിളിച്ച വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതേ വിഷയം ഇത് നിങ്ങൾ എന്ത് ചെയ്യണം, ഒരു കൃത്യത വരുത്തണം. പിന്നെ രണ്ടാമത്തെ ഒരു കാര്യം എനിക്ക് പിന്നെ ലിയാഖത്ത് ഭായിനോട് ചോദിക്കാനുള്ളത്, ഈ നമ്മളിപ്പോ സോഷ്യൽ മീഡിയ യൂട്യൂബ് ഫേസ്ബുക്ക് മറ്റൊക്കെ നമ്മൾ കൈകാര്യം ചെയ്യുന്ന ആളുകളാണല്ലോ. ഈ കമന്റ് ബോക്സുകളിൽ ഏറ്റവും കൂടുതൽ വിമർശിക്കപ്പെടുന്ന ഗ്രന്ഥം, ദൈവം, പിന്നെ ആ ഓരോ മതത്തിനെയും പുണ്യപുരുഷന്മാർ ഏറ്റവും കൂടുതൽ വിമർശിക്കപ്പെടുന്ന ആരാണെന്നുള്ളതും ഒരു പ്രതി വരുമ്പോ അല്ലെ ഒരു പ്രതിനെ മതം ഞാൻ പറഞ്ഞെന്ന് വെച്ചാല് നിങ്ങള് പൊതുബോധത്തിന്റെ വക്താവായിട്ടൊന്നും എന്നെ കാണണ്ട. എനിക്ക് എന്റെ കാര്യത്തിലൊക്കെ വളരെ ക്ലിയർ ആയിട്ടുള്ള കാഴ്ചപ്പാടുണ്ട്. പിന്നെ ഞാൻ സംഘപരിവാറിന് വേണ്ടിയാണ് പണിയെടുക്കുന്നത്. നിങ്ങൾ എന്തിന്റെ അടിസ്ഥാനത്തിൽ പറഞ്ഞു നിങ്ങളാണ് പറയേണ്ടത്. ഞാൻ പിന്നെ ഞങ്ങൾ ചോദിക്കാൻ പോകുന്നില്ല. അത് നാട്ടുപാട്ടുകൾ പാടി നടക്കുന്നു, അത്രേ ഉള്ളൂ. അതല്ല, ഞാൻ പാട്ടുപാടില്ല. അപ്പൊ നിങ്ങൾ ഞാൻ വിളിച്ച വിഷയം ഈ ഒരു വിഷയത്തിൽ നിങ്ങൾ എന്ത് ചെയ്യാ, ഒരു പിന്നെ ഇന്ന ആളാണ് ചെയ്തത് പറഞ്ഞിട്ട് തീരുമാനം കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് തന്നെ വലിയ ഉപകാരം. അല്ല, അത് ഞാൻ എന്തൊക്കെ ചെയ്യണം, അതിന്റെ തുടർ നടപടികൾ എന്താണെന്നുള്ളതൊക്കെ ഇന്നെ സംബന്ധിച്ച് ഭീഷണിക്കോള് വരുന്നതും അങ്ങനെ ആക്കും ഇങ്ങനെ ആക്കും എന്ന് പറയണതും നിരന്തര സംഭവമാണ് സുഹൃത്തെ. അത് തീർച്ചയായിട്ടും ഞാൻ ചോദിക്കുന്നത് നിങ്ങൾക്ക് ഉത്തരവാദിത്തമുള്ള ഒരു കാര്യം ഞങ്ങളോട് പറയാം. എന്റെ ജീവൻ നോക്കാൻ എനിക്കറിയാം. ഓക്കെ, എനിക്ക് ഇവിടുത്തെ സംവിധാനങ്ങളെ വിശ്വാസമുണ്ട്. ഞാൻ പറയട്ടെ. പിന്നെ നിങ്ങൾക്ക് അത് വിശ്വാസക്കുറവുണ്ടെങ്കിൽ നമ്പർ തരാം. ആ നമ്പർ അതിനകത്ത് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. പറയട്ടെ. അപ്പൊ നിങ്ങൾക്ക് അപ്പൊ ഇതിനകത്ത് പിന്നെ തുടർ നടപടിയിൽ എത്ര ഫോളോ അപ്പ് ചെയ്യണം, എങ്ങനെ എന്നെ സംബന്ധിച്ച് എനിക്ക് അതിന്റേതായിട്ടുള്ള രീതിയുണ്ട്. ഞാൻ ഇതിന്റെ ഒന്നും പുറകെ നടക്കുന്ന ആളല്ല. ഒന്ന് ഭീഷണിപ്പെടുത്തുന്നത്, ഇപ്പൊ ഭീഷണി വരുന്നത് നടക്കാൻ പോകുന്ന ജനുവരി 5 നടക്കാൻ പോകുന്ന സംവാദത്തിൽ നിന്ന് ഏതെങ്കിലും തരത്തിൽ അതിലൊരു അസ്വസ്ഥത ഉണ്ടാക്കാൻ പറ്റുമോ, അല്ലെങ്കിൽ പേടിച്ചിട്ട് ഞാൻ പിന്മാറോ, അല്ലെങ്കിൽ ജനുവരി 5 കോഴിക്കോട് അടിമത്ത വിഷയത്തിൽ സംവാദം നടക്കുന്നുണ്ട്. അത് ഷമീർ കണ്ണോത്തോ, ഒരു സലഫിയാണ്. ഓക്കെ, അപ്പൊ ഞാൻ പറഞ്ഞത് ഈ തരം സംഗതികളൊക്കെ ഇതൊക്കെ സ്ഥിരമായിട്ട് ഇതിന്റെ ഭാഗമായിട്ട് നടക്കുന്നതാണ്. എന്റെ പോയിന്റ്, എന്റെ കൺസേൺ ഈ കാര്യത്തില് ഈ മനോനില വിശ്വാസികൾ ഉണ്ടാക്കിയെടുക്കുന്നത് ആശയപരമായി സംസാരിക്കുന്നവരെ ആക്രമിക്കുമെന്ന് പറയുന്നതോ ആക്രമിക്കണമെന്ന് ആഗ്രഹം ഉണ്ടാവുന്നതോ അത് ഈ മതം പഠിപ്പിക്കുന്ന ഒരു പ്രശ്നമാണ്. അതാണ് ഞാൻ പറഞ്ഞത്. ചെറിയ കുട്ടികളെ പോലും മുർത്തദിനെ കൊല്ലണം എന്ന് പഠിപ്പിക്കുന്ന ഒരു മതം. 16 വയസ്സോ 17 വയസ്സോ ഉള്ള കുട്ടികളോട് മതം വിട്ടാൽ അവനെ ഇസ്ലാമിക രാജ്യം, ഇസ്ലാമിക നിയമം അനുസരിച്ച് അവനെ കൊന്നുകളയേണ്ടതാണ്, അത് ഭരണാധികാരി നടപ്പിലാക്കണം, അവനോട് പിന്നെ തൗബ ചെയ്ത് മടങ്ങാൻ ആവശ്യപ്പെടണം, അതിന് തയ്യാറായിട്ടില്ലെങ്കിൽ അവിടെ താമസം വിന വധിക്കണം എന്ന് സുന്നി മദ്രസകളിൽ പോലും ഇപ്പോഴും നമ്മളെ നാട്ടിൽ പഠിപ്പിക്കുന്ന പുസ്തകമുണ്ട്, ഇല്ലേ? അങ്ങനെ ഒരു കാര്യം പഠിപ്പിക്കപ്പെടുന്നുണ്ടോ എന്നാണ് ഒന്നാമത്തെ ചോദ്യം. ഉണ്ട്. നിങ്ങൾക്ക് അറിയില്ല? നിങ്ങളൊന്ന് 12ാം ക്ലാസ്സിലെ ഫിക്ക് എടുത്തൊന്ന് മനസ്സിലാക്കിയാൽ. എപിന്റെ ബോർഡിൽ 12ാം ക്ലാസ്സിലുണ്ട്. അത് നോക്കിക്കോളി. ഓക്കെ. അപ്പൊ ഇനി ഞാൻ പറഞ്ഞത് അത് എവിടെ നടപ്പിലാക്കണം എന്നുള്ളത് അപ്രസക്തമാണ്. എന്തുകൊണ്ടാന്ന് ചോദിച്ചാൽ ഇസ്ലാമിലുള്ള ഒരു നിയമത്തെ കുറിച്ചാണ് പഠിപ്പിക്കുന്നത്.
അപ്പൊ ഇന്ത്യയിൽ നടപ്പിലാക്കേണ്ട ഇന്ത്യയിൽ ജനാധിപത്യ രാജ്യമല്ല എന്ന് പറഞ്ഞാൽ അതിന്റെ ജനാധിപത്യ രാജ്യമാണല്ലോ, അതുകൊണ്ട് ഇവിടുത്തെ കാര്യമല്ല പറയുന്നത് എന്ന് പറഞ്ഞൊരു പ്രത്യേകിച്ച് കാര്യമില്ല. കാരണം നിങ്ങൾ ഒരു പർട്ടിക്കുലർ വിഭാഗം മനുഷ്യർ കൊല്ലപ്പെടേണ്ട അത്രയും അധമന്മാരാണെന്ന് പഠിപ്പിക്കാണ്. അപ്പം ആ മുർത്തതായ ഒരാള്, ഇസ്ലാമിനെ വിമർശിക്കുന്ന ഒരാള് പിന്നെ പഠിപ്പിക്കുന്നത് എല്ലാവരെക്കാളും കൂടുതൽ നബിനെ സ്നേഹിക്കണമെന്നും നബിനെ നിന്ദിക്കുന്ന ആളുടെ തല വെട്ടിയ സഹാബിന്റെ കഥ രോമാഞ്ചിഫിക്കേഷൻ ഇട്ട് പ്രസംഗിച്ചു കൊടുക്കുകയും ചെയ്യുമ്പോ വളർന്നു വരുന്ന തലമുറ, ഈ സമൂഹം ആശയപരമായിട്ട് ഒരു സംവാദനക്ഷമയല്ല. അബ്ദുൽ നാസർ മദനിയുടെ ഒരു ഹദീസാണ് അയാൾ പറയുന്നത്. അബ്ദുൽ നാസർ മദനി പ്രസംഗിക്കുന്ന കാര്യമാണ് ഞാൻ പറയുന്നത്. അല്ല, ആശയത്തോട് യോജിപ്പുണ്ടോ എന്നുള്ളതല്ല. അപ്പൊ ഞാൻ പറയുന്നത് ഈ തരത്തിലൊരു കുട്ടി ഇങ്ങനെ വൈകാരികമായിട്ട് നിങ്ങൾ ഒരു പ്രതിരോധത്തിന് വേണ്ടി ശ്രമിക്കുമ്പോ അതിന്റെ അനുരണനങ്ങളാണ് നമ്മൾ എന്തെങ്കിലും പറയുമ്പോ ചീത്ത വിളിക്കുന്നത്, തെറി വിളിക്കുന്നത്, നിസ്കരിച്ച് ഓതി വീട്ടിൽ കുത്തിയിരിക്കുന്ന 80 വയസ്സായ എന്റെ ഉമ്മാനെ വരെ തെറി പറയുന്നതിന്റെ മനഃശാസ്ത്രം നിങ്ങൾ പഠിപ്പിക്കുന്ന ഈ വൈകാരികമായ മതപഠനാണ്. ഇത് വിചാരപരമായിട്ടാണ് നിങ്ങൾ പഠിപ്പിക്കേണ്ടതും. ഞാൻ 65 വയസ്സുള്ള ഒരു കാക്ക, അയാൾ പറഞ്ഞത് 20 ആള് ചേർന്നിട്ടാണ് അയാൾ വിളിക്കുന്നത്. 20 ആള് തെറ്റ് നിരന്തരം. ഞാനൊരു 10 കോളെങ്കിലും ഒരു സംഘത്തെ കോൾ അറ്റൻഡ് ചെയ്യുന്നുണ്ട്. ഞാനൊരു കാര്യം ചോദിക്കട്ടെ. ഹലോ, നമ്മളെ കേരളത്തിലെ 14 ജില്ലകളില് മുസ്ലിം ഭൂരിപക്ഷ ജില്ലയല്ലേ മലപ്പുറം ജില്ല. എന്തുകൊണ്ടാണ് അവിടെ ഇപ്പൊ ഞാനൊക്കെ ഒരുപാട് സ്ഥലങ്ങളോട് ഇങ്ങനെ യാത്ര ഇഷ്ടപ്പെടുന്ന ആളാണ്. ഇങ്ങനെ യാത്ര ഇങ്ങനെ പോലുണ്ട്. അപ്പൊ ഇതിന്റെ ഒരു അനുഭവങ്ങളില് ഒരു നല്ല അതായത് മതം ജാതി ഒന്നും നോക്കാതെ മനുഷ്യന്മാരെ ചേർത്ത് നിർത്തുന്ന ഒരു പാരമ്പര്യമാണ് മലപ്പുറം ജില്ലക്കുള്ളത്. മറ്റു ജില്ലകളെ അപേക്ഷിച്ച് വളരെ കൂടുതലാണ്. അതിന്റെ ഒരു കാരണം എന്തായിരിക്കും അതിന്റെ ഒരു വിശ്വാസം? അത് ഇസ്ലാം കൊണ്ടല്ല. പിന്നെന്തുകൊണ്ടാണ്? അല്ല, അത് മലപ്പുറത്തും കോഴിക്കോടും ഈ മലബാറിന്റെ ഒരു സംസ്കാരം ആ രീതിയിലുണ്ട്. അത് അപ്പൊ മറ്റുള്ളത് കേരളത്തിന്റെ ഭാഗമല്ലേ? അവിടെ എന്തുകൊണ്ടാണ് ഉണ്ടായില്ല? എങ്ങനെ മനസ്സിലായില്ല? എന്താണ്? അതായത് ഇപ്പൊ ഇപ്പൊ കൊല്ലം അല്ലെങ്കിൽ തിരുവനന്തപുരം അവിടെ എന്നിട്ട് ഈ മലപ്പുറം ജില്ലയിലായിരുന്നില്ലേ ചേകനൂർ മൗലവി ഉണ്ടായത്? ആയിരുന്നല്ലോ. അയാൾ എവിടെ പോയി? എനിക്കറിയില്ല. അറിയില്ല. നിങ്ങൾ അന്വേഷിക്കണ്ടേ? അയാൾക്ക് എന്താ സംഭവിച്ചിട്ടുണ്ടാവുക? അങ്ങനെ പല കൊലപാതകങ്ങളും കാര്യങ്ങളും പല ജില്ലകളിലും. ഞാൻ പറയുന്നത് ഈ മലപ്പുറത്തിന്റെ കഥ പറയുമ്പോ നമ്മൾ അതും കൂടി ചേരുന്നതാണ് മലപ്പുറം. നിങ്ങളടുത്തല്ലേ രാമസിംഹൻ എന്ന് പറയുന്ന ഒരു ചങ്ങാതിയാളെ കുടുംബത്തോടെ തീരുമാനമായത്? കുറെ മുമ്പ് തന്നെയാണ്. എന്തായിരുന്നു റീസൺ? ഓക്കെ, ഞാൻ 100% ക്ലിയർ ആണെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞതെന്ന് വെച്ചാല് ആളുകളുടെ പെരുമാറ്റം അത് മലപ്പുറത്തെ മുസ്ലിങ്ങളെ മാത്രം പ്രത്യേകതയാണോ? അല്ല, പബ്ലിക്കിന്റെ ഇനി ഇസ്ലാം കൊണ്ടാണെങ്കിൽ കരുനാഗപ്പള്ളിക്കാർക്കും ഈ സ്വഭാവം ഉണ്ടാവണ്ടേ? ഏത് തിരുവനന്തപുരത്തും കൊല്ലത്തും കരുനാഗപ്പള്ളിയിലും കായംകുളത്തും ഒക്കെ ഉള്ള ആളുകൾക്കും ഇതേ ഇത് പ്രാദേശികമായിട്ട് ആളുകളുടെ സ്വഭാവത്തിലും പെരുമാറ്റത്തിലും ഒക്കെ വ്യത്യാസം ഉണ്ടാവും. മനസ്സിലായോ? അതിന് മതമായിട്ട് ഡയറക്റ്റ് ബന്ധമല്ല. ഈ സൗദി അറേബ്യയിൽ ഞാൻ റിയാദിൽ കുറച്ചു ദിവസം നിന്നിട്ടുണ്ട്. മദീനയിലും താമസിച്ചിട്ടുണ്ട്. രണ്ടോടത്തുള്ള ഇസ്ലാമല്ലേ അല്ലേ? മക്കയിൽ ജീവിച്ച ഒരുപാട് ആൾക്കാർ എനിക്ക് പരിചയമുണ്ട്, ജിദ്ദയിലും മക്കയിലുള്ളത്. ഇവിടുത്തെ എല്ലായിടത്തും മനുഷ്യന്മാർ ഒരേ സ്വഭാവമുള്ളവരാ? അതാവൂലല്ലോ. അല്ല. അപ്പൊ പിന്നെ കേരളത്തിന് എന്താ പ്രത്യേകത? അതാണ് പറഞ്ഞത്. ആ സ്നേഹം എങ്ങനെ കിട്ടുന്നു? ആ സ്നേഹം ഞാൻ ചോദിക്കുന്നത് മക്കയിലും ജില്ലയിലുള്ള മനുഷ്യന്മാർ മൂശത്തുകളാകുന്നതും മദീനക്കാര് ഭയങ്കര ആതിഥ്യ മര്യാദ ഉള്ളവരാകുന്നത് എന്തുകൊണ്ടാ? എല്ലായിടത്തും ഇസ്ലാമല്ലേ ഉള്ളത്? അതെ അതെ. അപ്പൊ എന്താ വ്യത്യാസം? എന്താ അവിടെ എന്താണ്? എവിടെ? അതല്ല ഞാൻ പറഞ്ഞു വരുന്നത് എന്തായിരുന്നു, ഇത് ഇങ്ങനെ ഇപ്പൊ പറഞ്ഞു മലപ്പുറം ജില്ലന്റെ ഒരു പാരമ്പര്യം കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞു. പക്ഷെ മുസ്ലിങ്ങള് അതായത് ഞാൻ പറഞ്ഞത് എന്താ വെച്ചാൽ വർഗീയ പ്രശ്നമില്ല നമുക്ക്. പിന്നെ ഒരു ഹിന്ദു ആയതുകൊണ്ട് അയാളെ സഹായിക്കാൻ ഒരു പ്രശ്നമില്ല. നേരെ വിഷയമല്ല ഞാൻ പറഞ്ഞത്. മലപ്പുറം എന്നല്ല, ഏത് നാട്ടിലെയും മനുഷ്യന്മാരുടെ ജീവിതത്തിൽ സാംസ്കാരികമായിട്ടുള്ള, ഞാൻ പറയട്ടെ, മനുഷ്യരുടെ ജീവിതത്തില് സാംസ്കാരികമായ, പ്രാദേശികമായ, ചരിത്രപരമായ സ്വഭാവ സവിശേഷതകൾ ഉണ്ടാവും. മനസ്സിലായോ? അവരുടെ പെരുമാറ്റത്തിലും രീതിയിലും സംസാരത്തിലൊക്കെ ഉണ്ടാവും. അത് ഇപ്പൊ ഉദാഹരണത്തിന് ഇപ്പൊ മലപ്പുറം ജില്ലയുടെ ഈ മലപ്പുറം ജില്ലയുടെ ഈ ആളുകളോടുള്ള സ്നേഹവും സാഹോദര്യത്തിനും കാരണം ഇസ്ലാമാണ് എന്ന് പറയുമ്പോ
ഇവിടെ നിങ്ങൾ സംഘപരിവാറിന് വെള്ളം കോരുകയാണ് ചെയ്യുന്നത്. മലപ്പുറം ജില്ലയിൽ നടക്കുന്ന മറ്റു പ്രശ്നങ്ങളുടെ ഉത്തരവാദിത്വം ഇസ്ലാമിന്റെ തലയിൽ വരും. നല്ലതിന്റെ മാത്രം ഉത്തരവാദിത്വം നമ്മൾ ഏൽക്കുകയും തിന്മയുടെ ഉത്തരവാദിത്വം അങ്ങനെ പറയുമ്പോൾ വർഗീയത പറയാന്ന് പറഞ്ഞില്ലേ യോജിക്കണ്ട. ഞാൻ പറഞ്ഞ വർത്താനത്തെ പിന്നെ പോയിന്റ് എന്താ വെച്ചാല്, ഞാൻ പറഞ്ഞു വരുന്ന ആശയം എന്താന്ന് വെച്ചാല്, ഇത്രയും മുസ്ലിം ഭൂരിപക്ഷമുള്ള സ്ഥലത്ത് ഒരു പ്രശ്നവും നമ്മൾ കാണുന്നില്ലല്ലോ. നിങ്ങൾ പറഞ്ഞ രാംസിംഹത്തിന്റെ അല്ലെങ്കിൽ ചേകന്നൂർ അതൊന്നും നമ്മൾ അതിനോട് യോജിക്കണില്ല. നേരെ മറിച്ച് പൊടിഞ്ഞ് പൈസ എല്ലാം കൊന്നിട്ടുണ്ട്. നമ്മളതൊരു മതത്തിന്റെ പേരിൽ ഞാൻ പറയില്ല ഹിന്ദുക്കൾ അങ്ങനെ കൊല്ലാൻ ആവശ്യപ്പെടുന്ന ആൾക്കാരാണ്, അതുകൊണ്ടാണ് നമ്മൾ ഒരിക്കലും പറയില്ല. അല്ല, നിങ്ങൾ പറഞ്ഞാലും പറഞ്ഞില്ലെങ്കിലും ഈ ആശയമുള്ള ആളുകൾ, ഈ മറ്റു മനുഷ്യരോട് വെറുപ്പ് വെച്ച് പുലർത്തുന്ന ആളുകൾ ഹിന്ദു മതത്തിലും ഉണ്ട്, മുസ്ലിം മതത്തിലും ഉണ്ട്. അതെ, ഉണ്ട്. ഞാൻ ചോദിക്കുന്നത് ജനറൽ ആയിട്ട് ഉണ്ടാവും. ഞാൻ പറയുന്നത് ജനറൽ ആയിട്ട് പിന്നെ നിങ്ങളൊന്നും അതുവരെ ഇസ്ലാമിനെതിരല്ലാതെ വേറെ അല്ല, അത് വളരെ ക്ലിയർ ആണ്. അതിനൊക്കെയുള്ള റീസൺ വളരെ കൃത്യമായി ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഞാൻ ചോദിക്കുന്നത് ചെറിയ പ്രായത്തിലുള്ള കുട്ടികളെ മുർത്തദിനെ കൊല്ലണമെന്ന് പഠിപ്പിക്കുന്നത് അത് ശരിയാണോ? ഞാൻ ഒരു മുർത്തദാണ്. എനിക്ക് എന്റെ കാര്യത്തിന് പ്രയോറിറ്റി കൂടുമല്ലോ, സ്വാഭാവികല്ലേ. അവനാന്റെ പ്രശ്നമാണല്ലോ ഏറ്റവും വലിയ പ്രശ്നം. അപ്പൊ എന്നെ കൊല്ലണം, എന്നെ പോലുള്ള ഒരാൾ കൊല്ലപ്പെടേണ്ട ആളാണ് എന്ന് പഠിപ്പിക്കപ്പെട്ട ഒരു സമൂഹത്തിനിടയിൽ ജീവിക്കേണ്ടി വരുന്ന എന്റെ അവസ്ഥയല്ലേ? അതിനെ കുറിച്ച് എനിക്ക് കൺസേൺ ഇല്ലേ? അയൽവാസി കാഫിറാണെങ്കിലും ആദരിക്കണം എന്ന് പഠിപ്പിച്ചതോ? ഏത് ഇത് പറയുങ്ങള് കാഫിറിന്റെ കാര്യമല്ലോ. കാഫിറിനെ കുറിച്ച് കാഫിറും നിങ്ങളും കാഫിർ തീർത്തോളി. ഞാൻ മുർത്തദാണ്. നിങ്ങൾ ഇതിനെ കുറിച്ച് പഠിപ്പിക്കുന്ന പറയണേ. എല്ലാ മുർത്തദും എല്ലാ കാഫിറും മുർത്തദല്ല. എല്ലാ കാഫിറും മുർത്തദല്ല. എല്ലാ മുർത്തദും കാഫിറായിരിക്കും, പക്ഷെ എല്ലാ കാഫിറും മുർത്തദല്ല. കാഫിർ എന്ന് പറഞ്ഞാൽ ഇസ്ലാമിക വിശ്വാസത്തിൽ കാഫിറാണ്, ഇസ്ലാമിക നിങ്ങൾ കാഫിറല്ല, നിങ്ങൾ മുർത്തദിന്റെ കഥ പറയും. എന്നെ സംബന്ധിച്ച് ഞാനൊരു മുർത്തദാണ്. ഓക്കെ, എന്നെ കാണുന്ന ഞാൻ 10ാം ക്ലാസ് 12ാം ക്ലാസ് വരെ മദ്രസയിൽ പോയ സകല മുസ്ലിം കുട്ടികളും അവര് മദ്രസയിൽ പഠിപ്പിച്ചത് ഓർക്കുന്നുണ്ടെങ്കിൽ അവരെന്നെ കാണുന്നത് ഒരു ഇസ്ലാമിക സമൂഹത്തിലാണെങ്കിൽ, ഒരു ഇസ്ലാമിക ഭരണത്തിന് കീഴിലാണെങ്കിൽ കൊല്ലപ്പെടേണ്ട വ്യക്തിയാണ് എന്ന കണ്ണോടുകൂടി എന്നെ കാണുന്ന മുസ്ലിം കുട്ടികളുടെ മുമ്പിലൂടെയാണ് ഞാൻ ജീവിക്കുന്നത്. എന്നെ പ്രശ്നം ഉണ്ടോ എന്നുള്ളതല്ല, ആ മനോഭാവം കുട്ടികളിൽ കുത്തി നിറക്കുന്നതിനെ കുറിച്ച് നിങ്ങൾ അഭിപ്രായം എന്താണെന്ന് ചോദിച്ചാൽ? അങ്ങനെ മനോഭാവം കുട്ടികളിൽ ഉണ്ടാവൂലല്ലോ. ഇത് പഠിപ്പിക്കുന്നതിന്റെ ലക്ഷ്യം പിന്നെ എന്താണ്? ഇപ്പൊ പറയട്ടെ, മറ്റേ ലിയാഖത്ത് ഭായി പറഞ്ഞോളൂ, പറയാൻ കേൾക്കണ്ട്. അതായത് ഞാനീ പറഞ്ഞു വരുന്ന സംഭവം എന്താന്ന് വെച്ചാല്, പിന്നെ നമുക്കിപ്പോ മറ്റു മതക്കാരനായി അല്ലെങ്കിൽ ഓരോ ഇസ്ലാമെന്ന് പുറത്തുപോയി എന്നുള്ളത് നമുക്ക് ഓരോ വിദ്വേഷം തോന്നില്ല. നേരെ മറിച്ച് നിൽക്കുന്ന വെച്ചാൽ ഒരു മതത്തിനെ മാത്രം ടാർഗറ്റ് ചെയ്ത് ഇങ്ങനെ പറയാം. അത് കാരണം വെച്ചാൽ നമുക്കറിയാം ലോകത്ത് വളർന്നു വരുന്ന മതമാണ് ഇസ്ലാം. അപ്പൊ അതിനെതിരെയാണ് കൂടുതൽ അല്ലേ? ഞങ്ങളല്ലെന്ന് പറയാൻ കാരണം എങ്ങനെയെന്ന് പറയാം, വളർന്നു വരുന്ന ഓരോ ഭാഗത്തും ഇസ്ലാമിലേക്ക് ആളുകൾ മുസ്ലിങ്ങളാണ് മുന്നിൽ. ശരിയാണ്. അതുകൊണ്ട് 2050-60 ആകുമ്പോഴത്തേക്ക് എണ്ണത്തിൽ മുന്നിലെത്താൻ സാധ്യത ഉണ്ടെന്ന് കണക്കുണ്ട്. അത് അതുകൊണ്ട് ഒരുപാട് ഗുണങ്ങളുണ്ട്. അതായത് പ്യൂ റിസർച്ച് സെന്റർ, ഒരു മിനിറ്റ്, അതേ പ്യൂ റിസർച്ച് സെന്ററിന്റെ വേറെ കണക്കുണ്ട്. ഇന്ത്യൻ മുസ്ലിങ്ങളുടെ 12-13%, 20% താഴെ, കറക്റ്റ് ഫിഗർ ഓർമ്മയില്ല, അവര് നോൺ റിലീജിയസ് ആണ് എന്നാണ് കണക്ക്, പുതിയ കണക്ക്. ഇതേ പ്യൂ റിസർച്ച് സെന്ററിന്റെ കണക്ക്. 2057 ഏറ്റവും കൂടുതൽ മുസ്ലിങ്ങൾ ലോകത്തുണ്ടാവുന്ന പറയുന്നത് അവരുടെ തന്നെ കണക്കാണ്. അതെന്താ വെച്ചാൽ നമുക്ക് പ്രവാചകമുണ്ട്, ഹദീസ്, പിന്നെ അതായത് പാമ്പ് മാളത്തിലേക്ക് വന്നാൽ ഈമാന് പോകുന്നു, പേരിൽ മാത്രമേ ഉണ്ടാവുള്ളൂ. ഇപ്പൊ ഇന്നലെ പാലക്കാട് ഉണ്ടായ സംഭവങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ, കരോളാങ്കുളത്തിലെ VHPക്കാർ കയറി അല്ലേ? എന്താണ് ഞാൻ അറിഞ്ഞില്ല. ഇന്നലെ പാലക്കാട് ഏതൊരു UP സ്കൂളില് പിന്നെ അതാണല്ലോ ക്രിസ്മസ് ആഘോഷം, കുട്ടികൾ നടക്കുന്ന VHPക്കാർ കയറിയിട്ട് അവിടെ നിശ്ചിന്ത പരിഷത്തുകാർ കയറിയിട്ട് എന്താ അവിടെ ആഘോഷിക്കാൻ പറ്റൂല, പിന്നെ ശ്രീകൃഷ്ണ ജയന്തി മാത്രം ആഘോഷിച്ചാൽ മതി കണ്ടൊക്കെ പ്രശ്നം എല്ലാ ന്യൂസ് ചാനലുകളിലും ഉണ്ടായിരുന്നു ഈ വാർത്ത. അതിനെ കുറിച്ച് എന്താ നിങ്ങളുടെ അഭിപ്രായം? എല്ലാത്തിലും വർഗീയവാദികളുണ്ടേ. അപ്പൊ നിങ്ങൾ അതിനെ കുറിച്ച് റെഡിയാണോ അതോ ഇസ്ലാമിനെതിരെ മാത്രമേ ഇടുള്ളൂ? മനസ്സിലായില്ല. ഞാനിപ്പോ ബംഗ്ലാദേശ് ഇഷ്യൂ എന്റെ ചാനലിൽ പറഞ്ഞിട്ടില്ല. ഞാൻ പറയാം, എന്റെ പോയിന്റ് പറയാം. എനിക്ക് നിങ്ങൾ എന്റെ വീഡിയോകളൊന്നും കണ്ടിട്ടില്ല എന്ന് എനിക്ക് കൃത്യമായിട്ട് ഇപ്പൊ മനസ്സിലാവുന്നുണ്ട്. അപ്പൊ ഞാൻ എന്നെ സംബന്ധിച്ച് ഞാൻ പറയാം, എന്നെ സംബന്ധിച്ച് വളരെ തികച്ചും സാമൂഹികവും രാഷ്ട്രീയവുമായിട്ടുള്ള ഇസ്ലാമുമായി ബന്ധപ്പെട്ട ഒരു വിമർശനമാണ് എന്റെ ഏരിയ.
പൊളിറ്റിക്കൽ ആയിട്ടുള്ള വിഷയങ്ങൾ. മണ്ണാർക്കാട് ഏത് ഭാഗമാണ്? മണ്ണാർക്കാട് ഞാൻ മണ്ണാർക്കാട് ആര്യമ്പാവാണ്. അതുപോട്ടെ, നിങ്ങൾ ഞാൻ പറയണത് ഇത് വളരെ ക്ലിയർ ആയിട്ട് ഇസ്ലാമുമായി ബന്ധപ്പെട്ട് ഞാൻ പഠിച്ചതും അനുഭവിച്ചതും ജീവിച്ചു വന്നതുമായിട്ടുള്ള മതം, അതിനെ കുറിച്ച് എന്റെ പുതിയ ബോധ്യങ്ങൾ, എന്റെ അറിവുകൾ, ഞാൻ അത് മതം ഉപേക്ഷിക്കുന്ന സമയത്തും അതിനെ തുടർന്നുണ്ടാവുന്ന അനുഭവങ്ങൾ, അതുമായി ബന്ധപ്പെട്ട പ്രാമാണികമായിട്ടുള്ള അതിന്റെ അടിത്തറ, ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള സാമൂഹ്യ വിഷയങ്ങളിൽ എനിക്ക് പറയാനുള്ള അഭിപ്രായങ്ങൾ പറയാന്നുള്ളതാണ്. രാഷ്ട്രീയ കാര്യങ്ങളിൽ എനിക്ക് കൃത്യമായ അഭിപ്രായം ഉണ്ടാവും. അത് എന്റെ രാഷ്ട്രീയം വേറെയാണ്. ഞാൻ എന്റെ രാഷ്ട്രീയം ഇപ്പൊ പറയാൻ തുടങ്ങിയിട്ടില്ല, രാഷ്ട്രീയം പറയും. മനസ്സിലായി? അത് നിങ്ങൾ കേട്ട് പരിചയിച്ച രാഷ്ട്രീയം അല്ല. ഞാൻ ചോദിക്കുന്നത് ഒരു ഭാഗത്തേക്ക് മാത്രമേ പറയുള്ളൂ എന്നാണ്. അത് ഞാൻ ഇപ്പൊ പറയുന്നത് ഇസ്ലാമുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. ഓക്കെ ഓക്കെ ഓക്കെ, പറയാം. ആർക്കും എന്തും പറയാനുള്ള അവകാശം ഉണ്ടല്ലോ. കാരണം മുസ്ലിങ്ങളടക്കമുള്ള സ്വാതന്ത്ര്യ സമര സേനാനികളാണല്ലോ നമ്മളെ സ്വാതന്ത്ര്യം നേടിത്തന്നത് വിദേശ ശക്തികളിൽ. ഇതിപ്പോ മമ്പ്രന്തങ്ങളെയും അതേപോലെ തന്നെ ഇസ്ലാമിന്റെ പേരും പറഞ്ഞിട്ടല്ലേ രാജ്യം 2 പീസാക്കിയത്? അതാരാക്കിയത്? ആരാക്കി? നിങ്ങൾ പറയും. അതങ്ങനെ ആവശ്യം മുന്നോട്ട് കൊണ്ടുവന്ന ആരാ? അല്ലെ, സവർക്കറല്ലേ? സവർക്കറാണ് മുസ്ലിങ്ങളെ വേറെ ആക്കണമെന്നുണ്ട്. ഇനി ഇത് 2 ആക്കണം എന്നുള്ളതിനോട് ഏതെങ്കിലും മുസ്ലിം സംഘടന ആയിരിക്കും പിന്നെ മുസ്ലിം പാഠപുസ്തകങ്ങളോ യോജിച്ചിട്ടുണ്ടോ? ഇല്ല, യോജിച്ചില്ല. എന്നിട്ട് ആ പാകിസ്ഥാൻ 2 ആക്കിയതോ? ഏത് പാകിസ്ഥാൻ? എന്ത് ഇസ്ലാം? നിങ്ങൾ സ്വാതന്ത്ര്യ സമര സേനാനിയുടെ കഥ പറഞ്ഞാണ്. മനസ്സിലായോ? ഞാൻ സ്വാതന്ത്ര്യ സേനാനികളെ പറഞ്ഞു. ഞാൻ പറഞ്ഞ ഇവിടെ കുറച്ച് അല്ല, ഞാൻ പറഞ്ഞത് ഇതൊന്നും മതത്തിന്റെ ഒരു പ്രത്യേകമായിട്ടുള്ള അവകാശവാദം ഉന്നയിക്കേണ്ട കാര്യമല്ല. ആവശ്യമില്ലാത്തവർക്കൊക്കെ ഇതൊക്കെ ഇസ്ലാം ഉള്ളതുകൊണ്ടാണെന്ന് പറയുമ്പോഴാണ് കൂടി സ്വാതന്ത്ര്യ സമരത്തിന് പങ്കില്ലെങ്കിൽ നമ്മളൊക്കെ ഇവിടുന്ന് പിന്നെ കൊന്നു കൊല വിളിക്കുന്ന ആൾക്കാര്. കാരണം നമുക്ക് ഇവിടുത്തെ ഒരുപാട് അടിസ്ഥാനം പറയണ്ട, അതായത് നമുക്ക് ഇവിടുത്തെ തറവാടിത്തം പറയേണ്ട ഇന്ത്യന്റെ. അതാണ് പറയുന്നത് നമ്മൾ. അതായത് ഇന്ത്യന്റെ വീണ്ടെടുപ്പില് മുസ്ലിം പിന്നെ നമ്മളതായത് ഔലിയാക്കള്. മുസ്ലിം എന്ന് പറയുന്നത് ഇന്ത്യന്റെ വീണ്ടെടുപ്പിൽ ഇന്ത്യക്കാർ എന്ന് പറഞ്ഞാൽ മതിയല്ലോ. എന്തിനാണ് പിന്നെ വേറെ ഒരു മുസ്ലിം എന്ന് പറയുന്നത്? അത് പറയുമ്പോ മാത്രം ഇന്ത്യക്കാര്. ഇനി വേറെ എന്തെങ്കിലും കേസിൽ പെട്ട് കഴിഞ്ഞാൽ അപ്പൊ അതിൽ മാത്രം. ഏത് കേസില്? എന്റെ ചാനൽ നിങ്ങൾ കയറിയിട്ട് ഞാൻ ഈ മദ്രസ പീഡനത്തിന്റെ വാർത്ത തൊട്ട് നിങ്ങൾ കണ്ടിരുന്നു? നിങ്ങൾ കണ്ടു? എന്റെ ചാനലിൽ മദ്രസ പീഡിപ്പിച്ചത് അത് ഇസ്ലാം കൊണ്ടാണ് കുട്ടികൾ മദ്രസയിൽ പീഡിപ്പിക്കപ്പെടുന്നതെന്ന് ഞാൻ പറയാറില്ല. അതറിയില്ല. മനസ്സിലായോ? എന്തുകൊണ്ടാണെന്ന് അറിയോ? അത് ഇസ്ലാമിന്റെ പ്രമാണം അനുസരിച്ചിട്ട് അത് തെറ്റായിട്ടാണ് കാണുന്നത്. അത് ചെയ്യാൻ അനുവാദമില്ല എന്ന് എനിക്കറിയാം. മനസ്സിലായോ? അതൊരു സാമൂഹ്യ പ്രശ്നം തന്നെയാണ്. പക്ഷെ അത് മതത്തിന് ഡയറക്റ്റ് ഉത്തരവാദിത്തം വരുന്ന കാര്യമല്ല. ഇപ്പൊ ഈ ആരിഫ് എന്നാണ് പറഞ്ഞത് എന്താ അറിയോ? ഈ മൊല്ലാക്കന്മാരാണ് ഇതിന്റെ. അത് എനിക്ക് ഞാൻ പറയണത് നമ്മൾ സംസാരിക്കുമ്പോ അതിന്റെ അടിക്ക് എന്തിനാ വേറെ ലെവല് വലിച്ചിട്ടുണ്ടേ? അതല്ല, അതും നിങ്ങളെ ചങ്കാണല്ലോ. നിങ്ങളൊരു ഇതില് അപ്പൊ ഞാൻ ബില്ലാദം പറഞ്ഞതിനൊക്കെ നിങ്ങളോട് മറുപടി പറയാൻ പറഞ്ഞല്ലോ. അയാളൊക്കെ ഇസ്ലാം നമ്മള് എന്ന് പിന്നെ മുസ്ലിങ്ങളിൽ പെട്ട ഒരാളും അയാൾ അംഗീകരിക്കുള്ളൂ. ആരാ പറയാത്തത്? ബില്ലാദിന്റെ പേര് കേട്ട് ബില്ലാദിന്റെ പേര് കേൾക്കുമ്പോ റഹ്മത്തുള്ളാഹി അലൈഹി പറയണം. ആരാ പറഞ്ഞ? അതാ കഥ. അങ്ങനെ പറയാനൊന്നും അറിയില്ല. നിങ്ങൾ സലഫികളോട് ചോദിച്ചു നോക്കിയോ? സലഫികളുടെ കാര്യമൊന്നും എന്നോട് പറയണ്ട. അപ്പൊ സലഫികൾ മുസ്ലിങ്ങളല്ലേ? അത് അല്ലാതെ പറഞ്ഞിട്ടില്ലല്ലോ. പലരും പല ആശയക്കാരുണ്ടാവില്ലേ? അപ്പൊ പിന്നെ നിങ്ങൾ ആരിഫിന്റെ കാര്യം എന്നോട് പറയണ്ട, ഞാൻ നിങ്ങളോട് നേരിട്ട് സംസാരിക്കല്ലേ? അതല്ലേ ഞാൻ പറഞ്ഞത്. നിങ്ങൾ അതേ ആശയത്തിലൂടെ പോണ ഒരാള് ഇങ്ങനെ പറഞ്ഞു എന്ന് പറയാം. അതാ കാരണം ഇതൊക്കെ മതത്തിന്റെ പേരിൽ വെച്ച് കെട്ടുക എന്നുള്ളത് ഒരു അജണ്ട ഉണ്ട്. അതാണ് പ്രശ്നം. ഇത് മതത്തിന്റെ ഉത്തരവാദിത്തത്തിൽ മാറില്ല. മതത്തിന്റെ അല്ല, ഇത് മത സമൂഹത്തിന്റെ ഉത്തരവാദിത്തമാണ് മദ്രസ പീഡനം. പിന്നെ ഞാനേ റോട്ടിലാണ്. പിന്നെ അപ്പൊ ഓക്കെ, ഞാൻ വിളിക്കാം. 2-3 ദിവസം നിങ്ങൾക്ക് വിളിച്ചങ്ങനെ ശ്രമിച്ചോട്ടെ. അല്ലെങ്കിൽ ഫോൺ എടുക്കുന്നില്ല. ഓക്കെ. ശരി, ഏതായാലും നിങ്ങൾക്ക് നല്ലൊരു മാർഗം പടച്ചവൻ കാണിച്ചു തരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ശരി.